ഈശോമിശിഹായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന പ്രിയ നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു ചിത്രം ഇതാണ്. ഒരു കുട്ടി, അവനെന്നും ക്ലാസ്സിൽ നേരം വൈകിയാണ് വരുന്നത്. അവനോട് കാരണം ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അവൻ മൗനമായി നിന്നു. ഈ സാറ് അവനോട് കൈ നീട്ടാൻ പറഞ്ഞു. അവൻ അവൻ്റെ കൈ നീട്ടിക്കൊടുത്തു. സാറ് തന്ന ശിക്ഷയും ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ അവൻ്റെ സ്ഥലത്ത് പോയിരുന്നു. 2-ാം ദിവസവും 3-ാം ദിവസവും അവൻ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ നേരം വൈകി വന്നു. അവനോട് കാരണം ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അവനൊന്നും മിണ്ടാതെ അവൻ്റെ കൈ ഈ സാറിൻ്റെ നേരെ നീട്ടിക്കൊടുത്തു. സാറിൻ്റെ അടിയും വാങ്ങിക്കൊണ്ട് ഇവൻ അവിടെ പോയിരുന്നു, മൗനമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അധ്യാപകൻ പോരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടത്. അതിങ്ങനെയാണ്, തൻ്റെ ക്ലാസ്സിൽ എന്നും നേരം വൈകി വരുന്ന ഈ കൊച്ചു പയ്യൻ അവൻ്റെ വീട് പൂട്ടി ഇറങ്ങുന്ന രംഗമാണ് കണ്ടത്. അത് അദ്ദേഹത്തെ വല്ലാതെ ഈറനണിയിച്ചു. ഇവൻ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ഇവൻ്റെ കൂടെ തളർന്നു കിടക്കുന്ന ഇവൻ്റെ അപ്പനും കൂടി ഉണ്ടായിരുന്നു. ഇവൻ്റെ അപ്പനെ ഒരു വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് അടുത്തുള്ളൊരു ഡേ കെയർ സെൻ്ററിൽ കൊണ്ടാക്കിയിട്ടാണ്, വീട്ടിലെ പണികളെല്ലാം ചെയ്തിട്ടാണ് ഇവൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. പതിവ് പോലെ അന്നും ഇവൻ ക്ലാസ്സിൽ നേരം വൈകി വന്നു. ഇവൻ അടി വാങ്ങാനായി ഇവൻ്റെ കൈ നീട്ടി. ഈ സാർ ആ വടി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു ഉമ്മ നൽകിയിട്ട് ഈ സാറ് അദ്ദേഹത്തിൻ്റെ കൈ നീട്ടിക്കൊടുക്കുകയാണ് അടിക്കാനായി. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം പറഞ്ഞത് ഇന്നത്തെ സുവിശേഷത്തിലെ 8-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഞാൻ ആരെയും വിധിക്കുന്നില്ല, നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. ഈശോ പറയുന്ന കാര്യമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല, നിങ്ങളുടെ വിധി മാനുഷികമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യൻ്റെ ഒരു ശീലമെന്നോ ദുശീലമെന്നോ പറയട്ടെ, മറ്റുള്ളവരെ വിധിക്കലാണ്. ഈ വിധിക്കൽ പലതരത്തിലാകാം. അത് നമ്മുടെ വാക്കുകൾ കൊണ്ടാവാം, പ്രവൃത്തികൾ കൊണ്ടാകാം, നമ്മുടെ ചില കളിയാക്കലുകൾ കൊണ്ടാകാം, പരദൂഷണം കൊണ്ടാകാം. ഇതെല്ലാം ഒരു തരത്തിൽ വിധിയാണ്, മറ്റുള്ളവരെ വിധിക്കലാണ്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ വിധി മാനുഷികമാണ്. മാനുഷികമായ വിധിയിൽ പലപ്പോഴും തെറ്റുപറ്റാം. ഈശോ ഒരിക്കലും വിധിച്ചതായി നമുക്ക് ബൈബിളിൽ കാണുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിന്റെ തന്നെ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇതാണ്. പാപിനിയായ സ്ത്രീക്ക് മോചനം നൽകുന്നതാണ്. അവിടെ പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പാപത്തിൽ നിന്ന് വിമുക്തയായിരിക്കുക, വീട്ടിലേക്ക് മടങ്ങുക എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിലും അത് തന്നെയാണ് പറയുന്നത്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. മനുഷ്യരായ നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത്. വിധിക്കുന്നവനുള്ള പ്രതിഫലം എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ചില സംസാരമോ അവരുടെ ചില പ്രവൃത്തികളോ കണ്ട് മറ്റുള്ളവർ വിധിക്കുന്നവരാണ്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ വിധികൾ തെറ്റായി പോയിട്ടുള്ളത് നമുക്ക് കാണാം. ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ, ആ കുട്ടിയുടെ കയ്യിൽ ടീച്ചർ ഒരു കത്ത് കൊടുത്തയച്ചു. ഇവന് എന്താണെന്ന് മനസ്സിലായില്ല. അവൻ ആ കത്ത് അങ്ങനെ തന്നെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മ വളരെ ആകാംക്ഷയോടും അതിലേറെ
ഭയത്തോടും കൂടെ ഈ കത്ത് പൊട്ടിച്ചു നോക്കി. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കുട്ടി ഒരു ബുദ്ധിയില്ലാത്ത ഒരു മണ്ടനാണ്. അതുകൊണ്ട് നാളെ മുതൽ അവനെ സ്കൂളിലേക്ക് വിടേണ്ടതില്ല. അവനെ പഠിപ്പിക്കാനുള്ള കഴിവോ ബുദ്ധിയോ ഇവിടുത്തെ ടീച്ചേഴ്സിനില്ല. ഇതായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. ഈ ഒരു വാർത്ത എങ്ങനെയാണ് തൻ്റെ മകനോട് പറയുക? അമ്മ മകനോട് പറഞ്ഞു, മകനെ, നീയൊരു ബുദ്ധിമാനാണ്. നിന്നെ പഠിപ്പിക്കാനുള്ള കഴിവോ അറിവോ നിന്റെ ടീച്ചേഴ്സിനില്ല. അതുകൊണ്ട് നാളെ മുതൽ നീ സ്കൂളിലേക്ക് പോകണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കാം. പിന്നീട് ഈ കൊച്ചു ബാലനാണ് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. മനുഷ്യന്റെ വിധികൾ പരാജയപ്പെടാം. മറ്റൊരു ഉദാഹരണമാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി. അച്ഛനാവാൻ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്ത് എല്ലാവരാലും വിധിക്കപ്പെട്ട ഒരാളാണ്. പഠിക്കാൻ കഴിവില്ലെന്നും പറഞ്ഞ് സെമിനാരിയിൽ നിന്ന് പുറത്തുവിടാൻ ശ്രമിച്ച ആളാണ്. പഠിക്കാൻ കഴിവില്ലാത്ത ആളെ, ഒരിടവകയെ നയിക്കാൻ പോരുന്ന വിജ്ഞാനമില്ലാത്ത ആളെ എങ്ങനെയാണ് അച്ഛനാക്കുക? അവനെ വിടാൻ നേരത്ത് അവിടുത്തെ മെത്രാൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്തറിയാം? അവൻ പറഞ്ഞു, എനിക്ക് നന്നായി പ്രാർത്ഥിക്കാനറിയാം, കൊന്ത ചൊല്ലാനറിയാം. ആ മെത്രാൻ ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് അവനെ അച്ഛനാക്കുകയാണ്. ഇനി അച്ഛനാക്കിയിട്ട് ഇവനെ ഏത് പള്ളി കൊടുക്കാൻ? അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഒരിക്കലും വികാരിയച്ഛന്മാർക്ക് ഇരിക്കാൻ താല്പര്യമില്ലാത്ത, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം ആഴ്സ്. ഈ വിയാനി അച്ഛനെ തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് വിടുകയാണ് മെത്രാൻ. ഈ വിയാനി അച്ഛനാണ് ആ ആഴ്സിനെ മാനസാന്തരപ്പെടുത്തിയത്. ആരും ശ്രദ്ധിക്കാത്ത ആ ആഴ്സിനെ ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ഈ വിയാനി അച്ഛന് പറ്റി. ഈ മറ്റുള്ളവർ വിധിയെഴുതിയ ഈ അച്ഛനെയാണ് തിരുസഭ വൈദികരുടെ മധ്യസ്ഥനായി ഇന്നും വണങ്ങുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാം. മറ്റൊരുവന്റെ ഹൃദയം കാണാനുള്ള കഴിവോ അതിനുള്ള അറിവോ ദൈവം നമുക്ക് തന്നിട്ടില്ല. സാമൂൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യ പ്രകാരമാണ് പറയുന്നത്: മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയം നോക്കുന്നത് കർത്താവാണ്. നമുക്ക് പലപ്പോഴും അവൻ്റെ ബാഹ്യമായ വാക്കുകളോ ചില പ്രവൃത്തികളോ നോക്കിയാണ് നമ്മളൊക്കെ വിധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിധി പലപ്പോഴും തെറ്റായി പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരുടെ ചില വാക്കുകൾ നോക്കി അവരെ നമ്മൾ കുറ്റം പറയുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റാനായി ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവായ ദൈവമേ, ഇന്നത്തെ വചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു മറ്റുള്ളവരെ വിധിക്കുന്നതിനെക്കുറിച്ച്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും പ്രായമായ മാതാപിതാക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ വിധിക്കുന്നവരാണ്. പലപ്പോഴും ഞങ്ങൾ അവരുടെ ചില ബാഹ്യമായ വാക്കുകൾ കൊണ്ടോ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെയാണ് വിധിക്കുന്നത്. കർത്താവേ, ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നു, ഹൃദയത്തിലാണ് ഒരു മനുഷ്യൻ്റെ നന്മ ഇരിക്കുന്നത്. നീ ഹൃദയം നോക്കി വിധിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവമേ, ഇന്നു മുതൽ മറ്റുള്ളവരെ അനാവശ്യമായി വിധിക്കാതിരിക്കാൻ, അവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ ഉള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങനെ ഈ നോമ്പുകാലം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, നന്മയിൽ വളരുന്ന ഒരു കാലമാക്കി മാറ്റാൻ കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.